ആശ്വാസമേകാതെ ആശാസമരം ഇങ്ങനെ തുടരുമ്പോൾ പലർക്കും പിടിവള്ളി നഷ്ടമാവുകയാണ്. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരെ ഓരോരുത്തരെയും തേടി ജപ്തി നോട്ടീസുകൾ എത്തുന്നു. പതറാതെ മുന്നോട്ടു പോകുമ്പോഴും കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നുണ്ടെന്ന് നിസ്സഹായതയോടെ അവർ മനസ്സിലാക്കുന്നു. അറിയാതെ തുടരുന്ന രാപ്പകൽ സമരവും നിരാഹാര സമരവും ഓരോ തവണ ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കണ്ണുകൾ. ഇന്ന് മൂന്നാമതും ആരോഗ്യവകുപ്പ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ആവശ്യങ്ങൾ നേടി വീടുകളിലേക്ക് പോകാൻ കഴിയുമെന്നതോർത്ത് ഉറ്റുനോക്കിയിരിക്കുന്ന സമരക്കാർക്കിടയിൽ ആശമങ്ങിയ രണ്ട് കണ്ണുകളുണ്ട്. പത്മജം. ഈ മുഖം നിരന്തരം ആശാസമരം വീക്ഷിക്കുന്നവർ മറക്കില്ല. മുടിമുറിച്ചുള്ള സമരത്തിനിടയിൽ ബിഷപ്പിലും വലുതല്ല തലമുടി എന്ന് പറഞ്ഞ് നിറ കണ്ണുകളോടെ തല മുണ്ടനം ചെയ്ത് പ്രതിഷേധ സ്വരം കടുപ്പിച്ച ആശാപ്രവർത്തക. പക്ഷെ ഇന്ന് പ്രതികരിക്കുമ്പോൾ പത്മജത്തിന്റെ സ്വരം ഇടറുന്നുണ്ട്. സമരം വിജയിച്ചാലും തെരുവിൽ നിന്ന് തിരിച്ച് തെരുവിലേക്ക് തന്നെ മടങ്ങേണ്ടി വരുമല്ലോ എന്ന ആശങ്കയിലാണവർ. ഈ സമരം കഴിഞ്ഞ് ഞാൻ വീട്ടിലാണോ പോണത്, റോഡിൽ വഴി കടവരന്തയിലാണോ പോകുന്നതെന്ന് എനിക്കറിയില്ല. വീട് പണയം വെച്ച് എൻ്റെ പ്രമാണം വെച്ച് ഞാൻ 2.5 ലക്ഷം രൂപ എടുത്ത് ഇപ്പോൾ വലിയ ഒരു എമൗണ്ടായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തിരിച്ചെടുക്കാനുള്ള നിവൃത്തിയില്ല. 232 രൂപ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കിടക്കടയില്ല. ഞാൻ ഈ സമരം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കടവരാന്തയിലായിരിക്കും ഞാനും എൻ്റെ കുടുംബവും ചെന്ന് കയറുന്നു. ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ സമൂഹത്തിന്റെ ആരോഗ്യ പരിപാലകരായി ജീവിച്ചു. ഒടുവിൽ ഒന്നുമില്ലാതെ ഒന്നും നേടാതെ കുടുംബത്തിന് തണലേകാൻ കഴിയാത്തതിലെ നിസ്സഹായതയാണ് ഒരു കൂട്ടം സ്ത്രീകൾക്ക് തൊഴിലാളി പ്രസ്ഥാന സർക്കാരിനെതിരെ പോരാടാനുള്ള ഊർജം പകരുന്നത്. സ്ത്രീ വിമോചന സമരങ്ങളുടെ പേരിൽ ഊറ്റം കൊള്ളുന്ന സർക്കാരിന് ആശമാരുടെ അവകാശ സമരത്തിന് നേരെ ഇനിയും എത്ര നാൾ കണ്ണടച്ചിരിക്കാൻ കഴിയും? കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.